ഹായ്, എൻ്റെ പേര് ജിക്സി ജോർജ്. മാക്കേ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂരിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. മുട്ടുവേദന ഉണ്ടാകാനുള്ള കാരണം പലതരം കാരണങ്ങൾ കൊണ്ടും നമുക്ക് മുട്ടുവേദന ഉണ്ടാവാം. എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ മുട്ട എവിടെയെങ്കിലും ഇടിക്കുക അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് വരാം. എല്ല് തേയ്മാനം മൂലം വരാം. ഫ്രാക്ചർ കാരണം കൊണ്ട് വരാം. എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചുറീസ് വരാം. അതുകൂടാതെ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസസിൻ്റെ ഭാഗമായിട്ടോ വരാം. ഇതിന് എല്ലാം പുറമെ നമ്മുടെ ഫൂട്ടിലുള്ള ആർച്ച് കുറവായ ഇതുപോലെ മുട്ടിലേക്ക് ലോഡ് വന്നിട്ട് മുട്ടുവേദന വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഡെയിലി ലൈഫ് ഈസി ആക്കാനായിട്ട് ഒരുപാട് മെഷീനറീസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം മെഷീനറീസിൻ്റെ യൂസേജ് കൂടിയപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസുകളും ഇപ്പോൾ കുറവാണ്. പക്ഷേ വെയിറ്റ് ഗെയിൻ ചെയ്തു. ഒരുപാട് പേർക്ക് ഭാരം കൂടുതലുള്ള മൂലം മുട്ടുവേദന വരുന്നുണ്ട്. നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഒരു 4 ഇരട്ടി ഭാരം മുട്ടിലേക്ക് അനുഭവപ്പെടും. ഇനി അത് നമ്മൾ സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ ഒരു 6 ഇരട്ടി ഭാരം മുട്ടുകളിലേക്ക് അനുഭവപ്പെടും. ഇനി ചാട് അല്ലെങ്കിൽ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു 8 ഇരട്ടി ഭാരമാണ് നമ്മുടെ മുട്ടിലേക്ക് അനുഭവപ്പെടുന്നത്. മുട്ടുവേദന ഉണ്ടാക്കുന്ന മറ്റൊരു മെയിൻ റീസണാണ് ആർച്ച് കൊളാപ്സായി പോകുന്നത്. നമുക്ക് പാദത്തിൽ മീഡിയൽ സൈഡിൽ ഉൾവശത്തായിട്ട് ഒരു ആർച്ച് ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ചെരുപ്പിടാതെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ആർച്ച് ഡെവലപ്പായി വരാറുണ്ട്. അവിടുത്തെ ടെൻഡൻ നല്ലോണം ഡെവലപ്പായി വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പിടാതെ പുറത്തിറങ്ങാറില്ല. അതുപോലെ കല്ലിലും ഉള്ളിലും നടക്കലില്ല. ഒക്കെ സ്മൂത്ത് സർഫസാണ്, വിട്രിഫൈഡ് ടൈൽസ് അങ്ങനെയുള്ള സർഫസിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ പതുക്കെ ആർച്ച് കൊളാപ്സായി ഫ്ലാറ്റ് ഫുട്ട് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് വരില്ല. ഹിപ്പിൻ്റെ അലൈൻമെൻറ്റിൽ ചേഞ്ച് വരും, നീയുടെ അലൈൻമെൻറ്റിൽ ചേഞ്ച് വരും. അതുപോലെ ആംഗിൾ ഇൻസ്റ്റബിലിറ്റി ഒക്കെ വരും. അത് നമുക്ക് മുട്ടിലേക്ക് ലോഡ് കൂടും. അതായത് മുട്ടിൻ്റെ മീഡിയൽ സൈഡിൽ ഉൾവശത്ത് നമ്മുടെ തൈസിൻ്റെ ഉൾവശത്തായിട്ട് വേദന വരാൻ തുടങ്ങും. ഇത്തരത്തിൽ ആർച്ച് കൊളാപ്സായ സിറ്റുവേഷൻസിൽ നമുക്ക് മീഡിയൽ ആർച്ച് സപ്പോർട്ട് വെക്കാൻ പറ്റും. നമ്മുടെ ഷൂസിൽ അല്ലെങ്കിൽ ചെരുപ്പിൽ മീഡിയൽ ആർച്ച് സപ്പോർട്ട് പുറത്തുനിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർച്ച് ഒരു പരിധി വരെ നമുക്ക് ആർച്ച് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്താൽ പെയിൻ കുറയ്ക്കാം. അതുപോലെ തന്നെ ചെറിയ എക്സസൈസുകൾ ചെയ്തിട്ട് ആർച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ചെറിയ എക്സസൈസ് ചെയ്തിട്ട് അവിടെ ആർച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇത്തരത്തിലുള്ള മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസുകൾ ലൈഫിൻ്റെ റൊട്ടീനാക്കുകയാണ് വേണ്ടത്. ഓവർ വെയ്റ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്ത് നീയുടെ സറൗണ്ടിങ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. സ്ട്രെച്ചസും ഒക്കെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പലരോടും എക്സസൈസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരം കിട്ടാറ് ഞാൻ നടക്കാൻ പോകാറുണ്ട് എന്നുള്ളതാണ്. നടക്കലൊരു എക്സസൈസ് അല്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക. നടക്കുക എന്നുള്ളത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളൊരവസ്ഥയാണ്. നടക്കൽ മാത്രമായതുകൊണ്ട് എക്സസൈസ് ആവുന്നില്ല. നമ്മൾ നീക്ക് സറൗണ്ടിങ് മസിൽസിനെ, നീക്ക് മാത്രമല്ല ഹിപ്പിനാണെങ്കിലും ആംഗിളിനാണെങ്കിലും അതിന് ചുറ്റുമുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ വെയിറ്റിനെ താങ്ങാൻ ഈക്വലി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എക്സസൈസുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള കൺസൾട്ട് ചെയ്തിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ വേണ്ട എക്സസൈസുകൾ അവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ട്രെയിനിങ്ങോട് കൂടെ പ്രോപ്പറായിട്ട് എക്സസൈസുകളും സ്ട്രെങ്തനിങ്ങും ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ മുട്ടുവേദനയെ തടഞ്ഞു നിർത്താം.